അടിച്ചോ. എടാ ഞാൻ ഇന്നലെ മിന്നൽ മുരളി നീ എന്തീ പറയണേ? സ്റ്റേഡിയം മുഴുവൻ മഞ്ഞ, കളി നല്ല സൂപ്പറായിട്ട് പോയിട്ടിരിക്കുമ്പോഴാണ് അതേടാ മിന്നൽ മുരളി. അതൊരു കാണണ്ട കാഴ്ച തന്നെയായിരുന്നു. ഷോർട്ടായിട്ട് പറയണം, ഡാലിയിൽ പോകുന്നു, നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, കോമിക് ബുക്ക് ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. അത്ര എളുപ്പമാണ്. അത്രേ ഉള്ളൂ. പക്ഷേ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കുട്ടി സ്റ്റോറികൾക്ക് ഒരു ജീവൻ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലേ, നമ്മളെ വോയിസിനൊക്കെ ജീവൻ കൊടുത്ത പോലെ, SPBയുടെ വോയിസിന് ജീവൻ കൊടുത്ത പോലെ, അതുപോലെ നമ്മുടെ മനസ്സിലുള്ള ഇമാജിനേഷന് ജീവൻ കൊടുക്കാൻ പറ്റിയാൽ പറ്റുമോ? പറ്റും. കോമിക് ബുക്ക് ആയിട്ടാണോ? അപ്പൊ നല്ലൊരു തുടക്കം കിട്ടി. ഇത് കൊള്ളാട്ടാ. ഞാൻ പറഞ്ഞ സാധനമൊക്കെ കിട്ടി. അപ്പൊ ചെക്കൻ പൂ പറിക്കാൻ പോകുന്നു, ഒരു കാണുന്നു, ഞാൻ പറഞ്ഞോളൂ അല്ലേ. ഇത് സംഭവം തന്നെ. ഇത് ബിങ് ഗൂഗിൾ സെർച്ച് പോലെ ബിങ് സെർച്ച് ഉണ്ട്, മൈക്രോസോഫ്റ്റിന്റെയാണ്. അപ്പൊ അത് ഡാലി ഇന്റഗ്രേറ്റഡാ. ഈ ഡാലി ഞാൻ പറഞ്ഞ പോലെ ഇമേജ്, ടെക്സ്റ്റ് ടു ഇമേജ് ജനറേറ്റ് ചെയ്യും. ആർക്ക് വേണമെങ്കിലും എന്റെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത ഉടനെ ബിങ് എന്ന് കാണാം. അതെ, അതൊരു സെർച്ച് എഞ്ചിനാണ്. അതിനകത്ത് ഈ സംഭവം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരും. അതെ. ഡാഡിയോട് ചോദിച്ചാൽ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെ ഡാലിയോട് ചോദിച്ചാൽ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി കോമിക്സ് ഇത് വെച്ചുണ്ടാക്കിയാൽ മതി. അതെ, ഇതിന്റെ നെക്സ്റ്റ് ലെവൽ നമ്മൾ കാണിക്കും. കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റ് കൊടുക്കുക, സ്റ്റോറി വരണം. പ്രോംപ്റ്റ് എന്താന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ മിന്നൽ മുരളിനെ പറ്റി. രണ്ട് പിള്ളേര്, നമ്മളെ പോലെ രണ്ട് പിള്ളേര്, ചെറിയ കുട്ടികൾ, നമ്മളെ പോലെ അല്ല, കുട്ടിയാണല്ലോ. രണ്ട് കുട്ടികൾ ക്ലാസ്സിൽ ഇരുന്ന് മിന്നൽ മുരളിനെ പറ്റി ഒരു വെച്ച് വേറെ വെച്ചിട്ട് കഥ പറയാം. എന്തോ ഒരു കഥ നമുക്കറിയില്ല. ശരി, ഡൺ. ഓക്കെ. പ്രോംപ്റ്റ് അത്ര നല്ല ലാംഗ്വേജ് ഒന്നുമല്ല. 2 boys സിറ്റിംഗ് ഇൻ ക്ലാസ് എന്നൊക്കെ പോലെ, 1 boy saying a story to another boy. അങ്ങനെ സിമ്പിൾ പ്രോംപ്റ്റ്. അടിച്ചോ. നമ്മ മാറിയ ഇതിലെന്തൊരു കംപ്ലൈന്റ് ഉണ്ടല്ലോ, തട്ട് കൊടുത്ത് നോക്കാം. ഇപ്പൊ ശരിയായി. അപ്പൊ ഒരേ കൂടി ഒന്ന് എൻ്റർ കൊടുക്കുക അല്ലേ? ഇപ്പൊ കൊടുക്ക്, നമ്മൾ മാറരുത്. കഥ പറഞ്ഞു. എടാ ഞാൻ ഇന്നലെ മിന്നൽ മുരളി നീ എന്തീ പറയണേ? അപ്പായിട്ട് സ്റ്റേഡിയത്തില് ഫുട്ബോൾ കളി കാണാൻ പോയിരുന്നു. സ്റ്റേഡിയം മുഴുവൻ മഞ്ഞ, അടിപൊളി തിരക്കായിരുന്നു. കളിക്കാര് ഗ്രൗണ്ടിൽ നിന്ന് വന്ന് കണ്ടപ്പോ ഭയങ്കര രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേഡിയത്തിൽ പോയി കളി കാണുന്നത്. കളി നല്ല സൂപ്പറായിട്ട് പോയിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്കൈയിൽ നിന്ന് ഒരു കാറ് വന്നത്. ആദ്യം നമുക്ക് ആർക്കൊന്നും മനസ്സിലായില്ല. പിന്നെ മഴ പോലെ കാറ് മേളിൽ നിന്ന് വന്ന് വീണോണ്ടിരിക്കുകയായിരുന്നു ഗ്രൗണ്ട് തൊട്ടാകെ. സ്റ്റേഡിയത്തിലുള്ള എല്ലാവരും പേടിച്ചു. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന യാതൊരു പിടിയില്ലായിരുന്നു. അപ്പോഴാണ് സ്റ്റേഡിയത്തിൽ ഭയങ്കര ഒരു വെളിച്ചം വന്നത്, ഒരു മിന്നൽ പോലെ. തീരുടെ കൂടെ ചാടി വന്നു മിന്നൽ മുരളി. അതേടാ മിന്നൽ മുരളി. മേളിൽ നിന്ന് വീണ കാറെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് നിന്നു. മിന്നൽ മുരളിയുടെ കയ്യിൽ നിന്ന് വന്ന മിന്നൽ കൊണ്ട് കാറെല്ലാം പുറത്തേക്ക് തെറിച്ച് വീഴുമായിരുന്നു. പിന്നെ അവിടെ ഉള്ള എല്ലാവർക്കും ജീവൻ വെച്ചപ്പോഴാണ് അതൊരു കാണണ്ട കാഴ്ച തന്നെയായിരുന്നു. എനിക്ക് ചെയ്തത് ആരാന്നറിയോ ഇതൊക്കെ? ഇവിടെ ക്ലാസ് കഴിഞ്ഞ് അപ്പ പുറത്ത് വെയിറ്റ് ചെയ്യണം. ബാക്കി ഞാൻ നിൽക്കുന്ന ആളെ ഇവിടെ ബാക്കി പറഞ്ഞിട്ട് പോവും. എടാ പ്ലീസ്, ഇവിടെ ബാക്കി പറഞ്ഞിട്ട് പോവും. മോശമായി അല്ലേ? പിന്നെ എന്തേ നമ്മൾ കഥ തീർക്കണ്ടേ? ടോവിനെ വിളിക്കാം. വെറൈറ്റി ആയിട്ട് തമാശകളാ. ഞാൻ വന്ന് സീരിയസ് ആയിട്ടാ. ടോവിനെ നമുക്ക് ഫോൺ വിളിക്കാം. ശരിക്കാണോ പറഞ്ഞത്? ടോവിനൊക്കെ നമ്മുടെ ചാനലിൽ അറിയാം, ഫ്യൂച്ചർ ഫോർവേഡ്. മുടിയൊക്കെ ഒന്ന് ചെയ്യും. വീഡിയോ കോളാണോ? വീഡിയോ കോളൊന്നുമില്ല,
ഓ, അതല്ലേ അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഫോണല്ലേ. ശരി, അപ്പൊ വിളിക്ക്. ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ടൊന്ന്. പുള്ളിയെ കണ്ടിട്ടുണ്ട്, നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ട്. ആണോ? എല്ലാരും പേരെ ഫസ്റ്റ് ചാനൽ കാണാതിരിക്കും. പേരെ ഫസ്റ്റ് ചാനൽ കണ്ടിരിക്കണം. അതെ, അറിഞ്ഞോണ്ടിട്ടാ. എന്റെ പേരൊക്കെ എടുത്ത് പറയണം കേട്ടോ. പേരൊന്നും ചാനലിന്റെ പേര് അറിയുള്ളൂ, നമ്മുടെ പേര് ആർക്കും അറിയില്ല. ഹലോ ഹലോ, ആരാണ്? മറ്റേ ഫ്യൂച്ചർ ഫോർവേഡ് ചാനൽ എന്നായിരുന്നു, യൂട്യൂബ് ചാനലേ. ഓ, നിങ്ങളായിരുന്നോ? നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? മമ്മൂക്കയുടെ വീഡിയോ കണ്ടിരുന്നു. വോയിസ് ക്ലോണിംഗ് അല്ലേ? അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ. നീരജനിക്ക് കൊണ്ട് പഠിച്ച പോലെ എന്നെ കൊണ്ട് പഠിപ്പിക്കാമോ? പിന്നെന്താ, അത് എന്തായാലും ചെയ്തേക്കാം. ഏഷ്യൻ ആക്ടർ അവാർഡ് കിട്ടിയതിന് കൺഗ്രാചുലേഷൻസ് ബ്രോ. ഓ, താങ്ക് യു. അടിപൊളിയായി പോയി. ഇപ്പൊ എവിടെ ഫംഗ്ഷനിലാണോ? റൂമിലെത്തി, അതാ ഫോണെടുത്തേ. നമ്മള് മറ്റേ വിളിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു വീഡിയോക്ക് മുരളിയുടെ കൊണ്ടുവരുന്നുണ്ട്. ഓ, നിങ്ങളാരും അത് മറന്നിട്ടില്ലല്ലേ? അത് കൊള്ളാം. അതിനൊരു ക്ലൈമാക്സ് ആണ് വരുന്നത്. ക്ലൈമാക്സ് ഇപ്പൊ ഞാൻ എന്ത് പറയാനാണ്? നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ഓഡിയൻസ് ഉണ്ടല്ലോ, അവരോട് താഴെ കമന്റ് ചെയ്യാൻ പറ. എന്നിട്ട് അവര് പറയുന്ന ഒരു നല്ല കഥ നോക്കി അതിന്റെ ഒരു കോമിക്സ് ഇങ്ങനൊക്കെ ഉണ്ടാക്കിയാൽ പോരെ? നമ്മൾ ഈ ചെയ്യുന്നെല്ലാം ഓഡിയൻസിന് വേണ്ടിട്ടല്ലേ. ഇത്ര ആയതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബ്രോ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാവും. എല്ലാവരും ഫ്യൂച്ചർ ഫോർവേഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്യണം. അവർ പറഞ്ഞു തരുന്ന പരിപാടികളൊക്കെ കണ്ട് നിങ്ങളും എക്സ്പേർട്സ് ആവണം. അപ്പോൾ താങ്ക് യു. അപ്പൊ ബ്രോ, ആ സത്യം ബ്രോ തന്നെ പറഞ്ഞേക്ക്. അതെ, അപ്പോഴാണ് അതിന്റെ ഒരു ശരി. അതാണ് അതിന്റെ ശരി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടോവിനോയുടെ ശബ്ദമല്ല, ഇതൊരു ജനറേറ്റഡ് വോയിസ് ആണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയണം എന്നുള്ളതാണ് ഈ ഫ്യൂച്ചർ ഫോർവേഡ് ചാനലിന്റെ ഇന്റൻഷൻ. ഈ ടെക്നോളജിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതും ടോവിനോയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ വിശ്വാസമാവും. അപ്പം നിങ്ങൾ ഇനി ഇതുപോലെ കുറേ വോയിസുകൾ സെലിബ്രിറ്റീസ് സംസാരിച്ചതായിട്ട് ഇനി മുന്നോട്ട് കേൾക്കുന്നതായിരിക്കും. കുറേ പേര് അത് മിസ്യൂസ് ചെയ്യും. അപ്പം നിങ്ങൾ എല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. നിങ്ങൾ ഒരു കാര്യം മറക്കണ്ട, ഈ കഥയുടെ ക്ലൈമാക്സ് നിങ്ങൾ കമൻറ്റിലെടുത്തിടണം. ഇവർ അതിലെ ബെസ്റ്റ് കഥ എടുത്ത് അതിൻ്റെ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലൈമാക്സിൽ കാണാം. ഗുഡ് ബൈ. താങ്ക് യു ബ്രോ. താങ്ക് യു. ഈ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മുടെ പുതിയ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും? നമ്മുടെ പുതിയ പ്രോഗ്രാം AI to the masses അത് വരുന്നുണ്ട്. ATM. AI to the masses. ഈസി ആയിട്ട് പറയാം. ATM. അതെ, ഇനി ATM എന്ന് കേട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഫോർവേഡ് ചാനൽ നിങ്ങൾക്ക് ഓർമ്മ വന്നം. ഒന്നുമില്ല, നമ്മൾ AI നടക്കുന്ന പുതിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ എല്ലാവരും ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടും അവെയർ ആയിട്ടും ഇരിക്കുന്നത് നല്ലതാണ്. വളരെ എളിമയായ ലാംഗ്വേജിൽ. അതെ, നമുക്ക് എല്ലാ ആഴ്ചയും നമുക്ക് കാണാം. ഫുൾ സപ്പോർട്ട് വേണം. പിന്നെ പറയുന്നതല്ല, ഞങ്ങൾ ചോദിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഒരു സംഭവം, ഇന്നൊരു ദിവസം മാത്രമേ ആ സബ്സ്ക്രൈബ് ലൈക്കും ബട്ടണും വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോ സമയം മാറിക്കാണ്, നിങ്ങളൊന്ന് വർക്ക് ചെയ്യണ്ടോന്നൊന്ന് ചെക്ക് ചെയ്തേ. ശരി, അപ്പോൾ ഓക്കെ, ബൈ.